ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മാങ്ങാച്ചാറാണ് തയ്യാറാക്കുന്നത്. കേടുകൂടാതിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കടുമാങ്ങയ്ക്കാകുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇട്ട് തിരുമ്മി എടുക്കണം. ഈ ഉപ്പ് മാങ്ങയിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് അടച്ച് മാറ്റി വെക്കണം. അപ്പം ഞാനിവിടെ ഒരു അരമണിക്കൂർ മാത്രമാണ് വെക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം ഇത് കാണിച്ചു തരാം. നല്ലതായിട്ട് ഇതിൻ്റെ ഈ മാങ്ങയുടെ ഈ വെള്ളം നന്നായിട്ട് ഊറി ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ കൂടെ നന്നായിട്ട് ഇറങ്ങി വരും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഈ വെള്ളം മാറ്റാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടിയ അളവിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കാശ്മീരി ചില്ലി ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ എടുക്കാം. അച്ചാറിനൊക്കെ ആകുമ്പോൾ എപ്പോഴും കാശ്മീരി ചില്ലിയാണ് കൂടുതൽ നല്ലത്. അതാകുമ്പോൾ നല്ലൊരു കളറും കിട്ടും, ഓവറായിട്ടുള്ളൊരു എരിവും ഉണ്ടാകത്തില്ല. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവായും കടുകും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറിനൊക്കെ കായത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുമ്പോഴാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് കായപ്പൊടിയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഈ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുപോലെ അച്ചാറിൻ്റെ ടേസ്റ്റും പോകും. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമാണ്. തിളച്ച വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് ആറിയ വെള്ളം തന്നെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ പിന്നെ മാങ്ങ ചേർക്കുമ്പോൾ മാങ്ങ പെട്ടെന്ന് അങ്ങോട്ട് വാടിപ്പോകും. അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്താൽ മാത്രമേ നമ്മൾ ഈ അച്ചാർ പൂക്കാതെ ഇരിക്കത്തുള്ളൂ, കേടുകൂടാതെ. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ മാങ്ങയുടെ ഊറി വന്ന ആ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ചൊരു ഗ്രേവിയുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് കുറുകിയിട്ട് നല്ലൊരു പരുവത്തിനായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അതുപോലെ ഇത് കേടുകൂടാതെ ഇരിക്കുന്ന ഒരു അച്ചാറാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത് നമ്മൾ ഓൾറെഡി ഉപ്പ് തിരുമ്മി വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ചേർക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് എപ്പോഴും കുറച്ച് അച്ചാറിന് മുന്നോട്ട് നിൽക്കണം, എങ്കിലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേടാകാതിരിക്കുന്ന ഒരു അച്ചാറാണിത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്